പ്രൈസ് ദി ലോർഡ്. അപ്പോ അവരറിയാതെ, ദമാസ്കസിലും ചുറ്റുവട്ടങ്ങളിലുള്ള അറിയാതെ ഒരു വ്യക്തി കടന്നു വരികയാണ്. ഭയങ്കര അധികാരമുള്ള ഒരു വ്യക്തി സൗൽ. ഇന്ന് നമ്മളും ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവനവനെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലും നമ്മൾ ഈ കൂട്ടായ്മയായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും ശത്രുവിന്റെ പദ്ധതി അതിഭയങ്കരമായി നമ്മുടെ നേരെ കടന്നു വരുവാൻ ദേശവും ദേശാധിപന്മാരും ഒക്കെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളെ ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒന്നാം തീയതി ആദ്യത്തെ വചന ധ്യാനം തന്നെ ഇങ്ങനെ ആണോ എന്ന്. ഹല്ലേലൂയ. എന്നാൽ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം അവിടുത്തെ അഭിഷിക്തനിലൂടെ യെശയ്യാ 43:1 പറഞ്ഞില്ലേ, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അതായത് നീ വീണ് കിടക്കുന്നവരായിരുന്നു, പക്ഷെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. അതിനുശേഷം ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരും പേര് ചൊല്ലി വിളിക്കുന്നു. പിന്നെ അസർട്ടിയാണ്, നീ എനിക്കുള്ളവൻ തന്നെ. ആ ദൈവം, ഹല്ലേലൂയ, അവരെങ്ങനെ ഒരു സമാധാനപരമായ ജീവിതത്തെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു മനുഷ്യൻ വരുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ പ്രയാണം ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ. നമ്മുടെ സബ്ജക്റ്റ് അതാണ്, പ്രയാണം ചെയ്ത് സമീപിച്ചപ്പോൾ. ശത്രു പ്രയാണം ചെയ്ത് സമീപിക്കുമ്പോൾ അത് വ്യക്തിയുടെ അടുത്തേക്കാകാം, തലമുറയുടെ അടുത്തേക്കാകാം, നമ്മുടെ ജോലി മേഖലകളിലേക്കാകാം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കാകാം, നമ്മുടെ സഭയിലേക്കാകാം. അവനിങ്ങനെ വലിയ അധികാരവുമായിട്ട് കടന്നു വരുമ്പോൾ അപ്പോൾ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർഭയ വാസം ചെയ്യുന്ന ജനത്തിന്റെ ലേക്ക് ഒരു പ്രശ്നം കൊണ്ടിടാൻ, ചിലപ്പോൾ രോഗമായിരിക്കാം, എന്തുമാകട്ടെ, ദൈവം ആ കൃത്യ സമയത്ത് എണീറ്റിട്ട് അവിടെ പറയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവൻ പ്രയാണം ചെയ്ത് സമീപിച്ച പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റിനും മിന്നി. വെളിച്ചം മോളി മാത്രം പോരായിരുന്നോ, ചുറ്റിനും എന്തിനാ? മൊത്തം തരത്തിൽ അവനെ പൂട്ടിക്കളഞ്ഞു. ആ അഗ്നി വലയത്തിനുള്ളിൽ, ആ വെളിച്ച വലയത്തിൽ നിന്ന് അവൻ വെളിയിൽ പോകാൻ പറ്റത്തില്ല. അവനെ സ്വന്തം കാലം നിർത്താതെ അവനെ നിലത്ത് വീഴ്ച കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ പദ്ധതികളെ തകർത്ത് തരിപ്പണം ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. എന്നിട്ട് പൗലോസുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഉടനെ ക്രിസ്തുവിനെ അവൻ എതിർപ്പുണ്ട്. യേശുവിന്റെ നാമത്തിന് അവൻ എതിരാണ്. ആർക്കൊക്കെ എതിര്? ഒന്നാമത്തെ വചനത്തിൽ തന്നെ കാണുന്നുണ്ട്, കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ എതിര്. അതിനുശേഷം താഴോട്ട് വരുമ്പോഴത്തേന് ഈ മാർഗക്കാരായ ആരെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടോ, പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടോ, അങ്ങനെയുള്ളവരോട്, അതായത് വിശ്വാസികളോട്. പ്രൈസ് ദി ലോർഡ്. ഇത് ഏത് നാമത്തിലാ? യേശുവിന്റെ നാമത്തിലാണ്. അപ്പൊ യേശുവിനോടും ശിഷ്യന്മാരോടും വിശ്വാസികളോടും എല്ലാവരോടും ഒരു തരത്തിൽ പോരാടുന്ന ഈ വ്യക്തി, ഇവനെ പിടിച്ചടക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. മറ്റാർക്കും ഭയം വിതച്ച് ഭീതി വിതച്ച് ഒക്കെ നടക്കുമ്പോഴത്തേക്കിന് അവനെ പിടിച്ചു കെട്ടാൻ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളെ രോഗം വിട്ടാണെങ്കിലും ഭാരം വിട്ടാണെങ്കിലും ഏത് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളെ ഓർക്കുക, ദേശത്തിന്റെ അവസ്ഥകളെ ഓർക്കുക. ഇതിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഈ 2026 ഹല്ലേലൂയ കഴിഞ്ഞ നാടുകളൊക്കെയും നമ്മളെ ജയകരമായി നടത്തിയത് കൊണ്ടല്ലേ 26ലേക്ക് പ്രവേശിച്ചത്. നമ്മൾ വീട് പോയിരുന്നെങ്കിൽ അവിടെ തന്നെ ഡിസംബർ 31 ഉള്ളിൽ തന്നെ തീർന്നു പോകുമായിരുന്നു. എന്നാൽ ജയത്തോടെ നടത്തിയ ദൈവം ഇനിയും ജയഘോഷയാഗങ്ങൾ ശക്തിയോടെ അർപ്പിക്കാൻ വേണ്ടി നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നതല്ല, നിർത്തിയതാണ്. ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2:8-9 പറയുന്നു, നിങ്ങളെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു. പറഞ്ഞിട്ടവിടെ ഇരിക്കണോ? അല്ല. അതിന്റെ 9 പറയുന്നു, ഞാൻ അവരുടെ നേരെ കൈകുലുക്കും. പ്രൈസ് ദി ലോർഡ്. വചനം മാംസമായി നമ്മുടെ മധ്യ വസിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് നല്ലവരാ, കൺമണിയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മിനുക്കുന്ന വർത്തമാനം പറഞ്ഞിട്ട് പോകുന്നവരല്ല എന്റെ കർത്താവ്. ഹല്ലേലൂയ. അവൻ പ്രവർത്തിക്കുന്നു, ഞാൻ അവരുടെ നേരെ കൈകുലുക്കും. ബാക്കി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ? 43:1 കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട്, പേര് ചൊല്ലി വിളിക്കപ്പെട്ടത് കൊണ്ട്, ഉള്ളം കയ്യിൽ വരച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. എനിക്കുള്ളവൻ തന്നെ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് നീ എനിക്കുള്ളവൻ തന്നെ എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം നമുക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്.
ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കക്ഷേണം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും ഒക്കെ കോട്ടുമായിട്ടും തിരിഞ്ഞും മറിഞ്ഞും പല കാര്യങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നു. ഹല്ലേലൂയ. പലപ്പോഴും അങ്ങനെ ബലഹീനത സംഭവിക്കുമ്പോൾ എന്നിട്ടും നമ്മളെ സ്നേഹിച്ച് അവൻ നമ്മുടെ പ്രകൃതിയെ അറിയുന്നു. അപ്പൻ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നമ്മളെ കൂട്ടിച്ചേർത്ത് സഭയായിട്ട് ആക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശത്രു വരുമ്പോൾ, ശത്രു ഏത് തരത്തിൽ വരാം, എന്നാൽ അവനെ വീഴ്ത്തിക്കളയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, പരിഭ്രമിച്ച് നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ എന്നെ അറിയാൽ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അതെ, അപ്പൊ വീഴ്ത്തുന്ന ഒരു ദൈവം. അതുപോലെ തന്നെ അന്ന് ശൗലിനെ അങ്ങനെ ആക്കി, ശൗലിനെ പൗലോസാക്കി മാറ്റിയതുപോലെ ഈ ദിവസങ്ങളിൽ ഉന്നതന്മാർ, ഏറ്റവും ഉയരത്തിൽ ഇരുന്നുകൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നവർ, അതിനായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന വ്യക്തികൾ, അവര് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദാസന്മാരായി മാറട്ടെ. ഈ പുസ്തകത്തിൽ ശൗലിനെ പൗലോസാക്കി മാറ്റുവാൻ ദൈവത്തിന് അധികാരവും ശക്തിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാരതത്തിലും, നമ്മുടെ ഈ മധ്യപ്രദേശിലും, നമ്മുടെ ഈ ഭോപ്പാലിലും, നമ്മളായിരിക്കുന്ന ചുറ്റുവട്ടങ്ങളിലും ഏതൊക്കെ ഉന്നതന്മാരുണ്ടോ, അതിന് പാതയൊരുക്കുന്നവരുണ്ടോ, അവരൊക്കെയും യേശുവിന്റെ നാമത്തിൽ നമുക്കവരെ ക്ലെയിം ചെയ്യാം. ഹല്ലേലൂയ. അവരൊക്കെയും ഈ ദിവസങ്ങളിൽ പിടിക്കപ്പെടട്ടെ, അവർ നിലത്ത് വീഴട്ടെ. ഹല്ലേലൂയ. അവർ ഉപവസിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. അവർ നിലത്ത് വീണതിന് ശേഷം പറയണം, കർത്താവേ, ഇത്രയും നാൾ അവൻ വിചാരിച്ചു ഞാനാണ് കർത്താവ്, ഞാനാണ് ഇവിടെ പ്രഭു, ഇവിടെ എല്ലാം സകലതും ചെയ്യുന്നത്. പക്ഷെ നിലത്ത് വീണ് കഴിഞ്ഞപ്പോ അവനൊന്ന് മനസ്സിലായി, ഞാനൊന്നും അല്ല. അപ്പം വിളിച്ച് കർത്താവേ. പിന്നെ അവിടെ സംസാരിക്കുന്നു, അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ഇതുവരെ പേര് പറയാപ്പെടാത്ത ഒരു എളിയ കർത്തദാസൻ അനന്യാസ് കർത്താവിടെ ദൂത് കൊടുക്കുകയാണ്, നീ ചെന്നിട്ട് ഇന്ന് എന്നെ പോലെ ചെയ്യേ എന്ന്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചിലരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേടിക്കുമായിരിക്കും. പക്ഷെ ഈ സഭയിൽ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ദേവാസനെ, ഹല്ലേലൂയ, ചിലരുടെ മേൽ കൈവച്ച് അവരുടെ കണ്ണിലേക്ക് ഉപയോഗിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ശക്തിയോടെ, ബലത്തോടെ, അധികാരത്തോടെ പ്രവർത്തിക്കുന്ന യേശു ചില മേഖലകളിൽ നമുക്ക് ചെന്നെത്താൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ചില മേഖലകളിൽ നമുക്ക് സ്വയം കടന്നു ചെല്ലാം. പ്രാർത്ഥനയുടെ മേഖലകളിലൂടെ എവിടെയെല്ലാം ദൂരത്തെ, ദേശത്ത്, ലോകത്തിന്റെ അറ്റം വരെ ഉള്ളവരെ ചോദിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയോട് കൂടി ആ പ്രാർത്ഥന അവിടെ ചെല്ലുമ്പോൾ ചില കുലുക്കങ്ങൾ ഉണ്ടാവട്ടെ. മറിയ കല്ലാരുടെ അടുത്ത് ചെന്നപ്പോ തന്നെ അവിടെ ഒരു കുലുക്കം ഉണ്ടായി. എന്തുകൊണ്ടാ? സുഗന്ധ ദ്രവ്യം അവളുടെ കയ്യിലുണ്ടായിരുന്നു, അവൾക്കൊരു തീഷ്ണത ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഭൂമി കുലുങ്ങി, ഭൂകമ്പം ഉണ്ടായി അവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മളും അടുക്കുമ്പോഴത്തേക്കും, ചിലയിടത്തേക്ക് പ്രാർത്ഥനയിലൂടെ അടുക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിലാണെങ്കിലും അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ചിലയിടത്തൊക്കെ കുലുക്കങ്ങൾ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. അവിടെ വൻകാര്യങ്ങൾ ചിലരെ ശിഷ്യന്മാരാക്കാൻ ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ ശത്രു നമ്മൾക്കെതിരായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ളവരെ വീഴിച്ചും അങ്ങനെയുള്ളവരെ ദാസന്മാരാക്കും ആക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിന്റെ ബലമുള്ള കീഴിൽ നമ്മൾ അവരെയും നമ്മളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ യാക്കോബിന്റെ യെശയ്യായുടെ പുസ്തകത്തിൽ വീണ്ടും മുന്നോട്ട് എഴുതിയിരിക്കുന്നത് എന്താണ്? വെള്ളത്തിൽ കൂടി കടക്കും. വെള്ളം എന്താ ചെയ്യുന്നത്? ഒഴുക്കിക്കളയാണ്. വെള്ളം ഒഴുകിക്കളയാണ്. നദി എന്താ ചെയ്യുന്നത്? മുക്കിക്കളയാണ്. ഓരോന്നിനും ഓരോ സാഹചര്യങ്ങൾക്കും ഓരോ പ്രവൃത്തികളാണ്. വെള്ളം ഭീകരമായിട്ട് ഒഴുക്കിക്കളയുമ്പോൾ നദി മുക്കിക്കളയുന്നു. അതുപോലെ തന്നെ സ്തോത്രം, തീ എന്താ ചെയ്യുന്നത്? കരിപ്പിച്ച് കളയാണ്, കത്തി കരിപ്പിച്ച് കളയുന്നു. എന്നാൽ ജ്വാലയോ നാമാവശേഷമാക്കണം, നിശാനില്ലാതെ മിഠായിച്ച് കളയുന്ന ജ്വാല. ചെറിയ പ്രശ്നമാണെങ്കിലും വലിയ പ്രശ്നമാണെങ്കിലും സകലത്തിൽ നിന്നും വിടുവിപ്പാൻ ശക്തൻ. എന്തുകൊണ്ട്? നീ എന്റെ കൺമണിയാണ്, നീ എനിക്കുള്ളവൻ തന്നെയാണ്. ഹല്ലേലൂയ. നിന്നെ തൊടുന്നവൻ എന്റെ കൺമണിയെ തൊടുന്നു. അതെ, ശൗലിനെ നിലത്ത് വീഴ്ത്തി ദാസനാക്കിയ കർത്താവ്
നമുക്ക് വിരുദ്ധമായിട്ട് വരുന്ന ശക്തികളോടും വ്യക്തികളോടും അധികാരങ്ങളോടും അങ്ങനെ തന്നെ ഇടപെടുമാറാകട്ടെ. ആ ദൈവം ഹല്ലേലൂയ വചനം മാംസമായവൻ ഇന്ന് ഇവിടെ ഡിക്ലെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട്, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന വചനം അത് മാംസമായി തീരട്ടെ. അതെ, അങ്ങനെ തന്നെ നമ്മുടെ ഏരിയകളിൽ ഒക്കെയും പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഇനി സ്തോത്രം അവിടെ നമുക്ക് കാണാം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ മറുപടി പറയുന്ന ചില രീതികളുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനൊന്ന് വായിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ദൈവത്തിന്റെ മറുപടി കൊടുക്കുന്ന രീതി 9:7 വരുമ്പോഴത്തേക്കിന് അവിടെ എഴുതിയിരിക്കുകയാണ്, അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടു, എങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. അല്ലെ, അവിടെ ആരെയും കാണാതെ മരവിച്ചു നിന്നു. ആര് ശബ്ദം കേട്ടു? ശൗൽ മാത്രം കേട്ടു. കേൾക്കേണ്ടവനെ മാത്രം കേൾപ്പിക്കുന്ന ദൈവം. ആരോട് ഇടപെടണോ അവനോട് മാത്രം പറയുന്ന ദൈവം. എന്നാൽ ഒരാളോട് മാത്രമാണോ? ചുറ്റുവട്ടമുള്ളവർക്ക് മനസ്സിലാകുകയില്ല. അവര് എന്ത് ചെയ്യുന്നു? മരവിച്ചു പോകുന്നു. മരവിപ്പിക്കുന്ന, ചുറ്റുവട്ടങ്ങളെ മരവിപ്പിക്കുന്ന നേതാവിനെ തൊടുമ്പോൾ അവൻ കേൾക്കുകയും ചുറ്റുവട്ടമുള്ളവരെ മരവിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവമാകാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദാനിയേലിന്റെ 10:7 വരുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ കാണാം, അവിടെ ഒരു ദൂതനെ ദാനിയേൽ കാണുകയാണ്. ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. ബാക്കിയുള്ളവർക്കൊക്കെ മഹാഭ്രമം പിടിച്ചു, അവർ ഓടി ഒളിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ സഭയിലുള്ള ഓരോ കുടുംബങ്ങളിലും ചില ദർശനങ്ങൾ, കാണേണ്ട ദർശനങ്ങൾ, ദേവദൂതനെ കാണേണ്ടത് ദേവദൂതനെ കാണട്ടെ. സ്വപ്നങ്ങൾ ലഭിക്കേണ്ടവർക്ക് സ്വപ്നങ്ങൾ ലഭിക്കട്ടെ. ദർശനം കാണേണ്ടവർക്ക് ദർശനം ഉണ്ടാവട്ടെ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശബ്ദം അനുസരിച്ചുകൊണ്ട് മുന്നേറാം. ഹല്ലേലൂയ. അപ്പോ ആർക്ക് ദർശനം തരുന്നോ, ആർക്ക് സ്വപ്നം വരുന്നോ അവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. മറ്റുള്ളവർക്ക് എന്താണ് സാർ? അവിടെ മഹാഭ്രമം പിടിക്കുകയും ഓടി ഒളിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ, ഈ വർഷത്തിൽ നമ്മുടെ ഇവിടെയൊക്കെ നിറവേറുമാറാകട്ടെ. ഹല്ലേലൂയ. മൂന്നാമത് വേറൊരു സ്ഥലം കൂടിയുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28-ലും 29-ലും വരുമ്പോൾ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ പിതാവ് യേശുവിന് മറുപടി പറയുക. ഹല്ലേലൂയ. അവിടെ ഒന്ന് വായിക്കാം. യോഹന്നാൻ 12:28-29. പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടി ഉണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പിതാവ് സംസാരിച്ചു, യേശു കേട്ടു. യേശുവിന് മനസ്സിലായി. യേശു പിതാവിനെ മഹത്വപ്പെടുത്തി, പിതാവ് യേശുവിനെ മഹത്വപ്പെടുത്തി. കേൾക്കേണ്ടവൻ കേട്ടു, മനസ്സിലാക്കേണ്ടവൻ മനസ്സിലാക്കി. ഇതൊരു പഴയ നിയമത്തിലെ ദാനിയേലിന്റെ മാത്രം കാര്യമല്ല, പുതിയ നിയമത്തിലെ സൗലിന്റെ കാര്യം മാത്രമല്ല. നമ്മുടെ യേശു കർത്താവ് സ്പെസിഫിക് ആയിട്ടുണ്ട്. നമ്മുടെ ആധാരം യേശുവാണല്ലോ. അപ്പൊ പിതാവ് സംസാരിച്ചു, പുത്രൻ കേട്ടു, മനസ്സിലാക്കി. എന്നാൽ കൂടെയുള്ളവരോ? ഹല്ലേലൂയ. ശിഷ്യന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലെ. അവിടെ അവര് പറഞ്ഞു ഇടിയുണ്ടായി. പിന്നെ പറഞ്ഞ് ദൈവദൂതൻ സംസാരിച്ചു. അതൊക്കെ അങ്ങനെ നടക്കും. ഹല്ലേലൂയ. മറക്കേണ്ടതിനെ മറക്കാൻ, വെളിപ്പെടുത്തേണ്ടതിനെ വെളിപ്പെടുത്തുവാൻ, ഇടപെടേണ്ടവരോട്
മാത്രം ഇടപെടുവാൻ, ഓടിക്കേണ്ടവരെ ഓടിക്കുക, പരിഭ്രമം കൊടുക്കേണ്ടവർക്ക് പരിഭ്രമം കൊടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ സഭയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ഈ ഒരു കൂട്ടായ്മ മാത്രമല്ല, നമ്മുടെ ദേശത്ത് മൊത്തം ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ഈ 2026 സംഭവിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവത്തിന് പ്രവൃത്തിയിൽ ഭയങ്കരനും ആലോചന വലിയവനുമായ ആ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അപ്പോ ശൗലിനോട് ഇടപെട്ട ദൈവത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ശൗലിനെ പൗലോസാക്കി മാറ്റി. ആ വചനപ്രകാരം നമുക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും കർത്താവ് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ആ ഇടപെടുന്ന രീതികളെ കുറിച്ച് നമ്മൾ രണ്ടാമത് മനസ്സിലാക്കി. ഇനി അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10:9. അപ്പോസ്തല പ്രവൃത്തി 10:9. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ എന്താ നമ്മുടെ സബ്ജക്ട് എന്തായിരുന്നു? പ്രയാണം ചെയ്ത് സമീപിക്കുമ്പോൾ, യാത്ര ചെയ്ത് സമീപിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഒരു ഭവന വിസിറ്റിന് വേണ്ടിയിട്ട് പോകുമ്പോൾ, ഇന്നൊരു ജോലിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ, ഇന്നൊരു പ്രത്യേക കാര്യം ചെയ്യാൻ പോകുമ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുന്ന് സെക്കൻഡാബാദിലേക്കും നാട്ടിലേക്കും ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ചില കാര്യങ്ങൾ സംഭവിക്കണം. ചിലതല്ല, സംഭവിക്കേണ്ടത് സംഭവിക്കണം. നമ്മൾ അറിയാതെ നമുക്ക് എതിരായിട്ട് വാതുകെട്ടുന്ന ശക്തികൾ, ദുഷ്ടാത്മ സേനകളും വ്യക്തികളും അവർ നിലത്ത് വീഴണം. അവരുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല, അവർ ദൈവഭക്തരായി മാറുമാറാകട്ടെ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ വചനം, അതിവേഗം ഓടുന്ന വചനം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൂരത്ത് ചാരത്തൊക്കെ ആയിരിക്കുമ്പോൾ അങ്ങോട്ടെല്ലാം യേശുവിന്റെ നാമത്തിൽ നമ്മൾ അയക്കുകയാണ്. ഹല്ലേലൂയ. നാത്തോ ബെൽസെ നസക്തി സപർമരി ആത്മാക്കെ ദ്വാര എന്ന് പറയുന്ന കർത്താവിന്റെ ആത്മാവ് ഹല്ലേലൂയ അതിശക്തമായി, സുദൃഢമായി, കൃത്യവും വ്യക്തവും ആയിട്ട് പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും. സംസാരം മാത്രമായിട്ടല്ല, അവന്റെ വചനങ്ങൾ ലോഗോസ് മാത്രമല്ല, അത് റീമയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതങ്ങളിൽ അങ്ങനെ ആയിക്കൊണ്ട് ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. യേശു പിതാവിനെ മഹത്വപ്പെടുത്തി, അപ്പോൾ പിതാവ് യേശുവിനെ മഹത്വപ്പെടുത്തി. നമുക്ക് പിതാവിനെ യേശുവിനെ മഹത്വപ്പെടുത്താം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ത്രിയേക ദൈവത്തെ, സൈന്യങ്ങളുടെ യഹോവയെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മൾ എന്ത് ചെയ്താലും, കഴിക്കുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും ശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കട്ടെ എന്ന് നമുക്ക് ഹൃദയത്തോടുകൂടി ഹൃദയപൂർവ്വം ആഗ്രഹിച്ച് സമർപ്പിക്കാം. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവർ യാത്ര ചെയ്ത് അടുക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടായത്? അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവൻ ഒരുക്കുമ്പോഴേക്കും അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പിട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിവിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇരജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കണ്ടു, അവൻ പ്രയാണം, അവർ അവിടെ ശൗലിന്റെ കാര്യത്തിൽ ഒരുത്തനായിരുന്നു അല്ലെ, അവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ അവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആര്? കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നിന്നും 2 ബാല്യക്കാരെയും ദൈവഭക്തനായ ഒരു പടയാളിയും അല്ലെ, അത് കൂട്ടി അവർ 3 പേരുടെ വരികയാണ്. കർത്താവിന്റെ ദൂതൻ അറിയിച്ചതനുസരിച്ച് ജാതിയിൽ ഭക്തനായ, ദൈവത്തിന്റെ മുന്നിൽ ധർമ്മിയായ, പ്രാർത്ഥന ദൈവം കേൾക്കത്തക്ക നേരത്തിൽ സകലതും നന്നായി ചെയ്തു പോന്നിരുന്ന വ്യക്തി ഈ നമ്മുടെ ദേശത്തും നമ്മുടെ അയൽപക്കങ്ങളിലും ഒക്കെയും ദൈവഭക്തരായിട്ടുള്ള, അവൻ ജാതിയാണ്, പക്ഷെ അവൻ യേശുവിനെയാണ്, യഹോവയാണ്, ദൈവത്തെ, ത്രിയേക ദൈവത്തെയാണ് വിളിക്കുന്നത്. നമ്മുടെ ഇടയിലും ഈ ദിവസങ്ങളിൽ വലിയ ജാതികളൊക്കെ ഉണ്ട്, നമ്മൾ പേടിക്കും. പക്ഷേ
ദൈവത്തിനൊരു പേടിയില്ല. സകല മനുഷ്യന്റെയും മൂക്കിൽ ശ്വാസം കൊടുത്തിരിക്കുന്ന ദൈവമാണ്. ജീവന്റെ അധികാരം, മരണത്തിന്മേൽ അധികാരം, സകലത്തിന്റെ മേൽ അധികാരം, സർവാധികാരിയ അത്യുന്നതനായ ദൈവം. അവന്റെ നാമം അതിശയമുള്ളത്, അവന്റെ പ്രവൃത്തികൾ, അവന്റെ വിചാരങ്ങൾ, അവന്റെ വഴികൾ എല്ലാം അതിശയമുള്ളത്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ നമ്മൾ കണ്ടു, സ്തോത്രം, ഭക്തനായ ഒരു പുരുഷൻ, ശിഷ്യനായുള്ള ഒരു വ്യക്തി പത്രോസ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയാണ്. അപ്പൊ ഒരു ദർശനം കൊടുത്തു. എപ്പോഴാ കൊടുത്തേ? അവർ പട്ടണത്തോട് അടുക്കുമ്പോൾ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചില വ്യക്തി ജീവിതങ്ങളെ ജാതീയ ശക്തികൾ, ജാതീയത്തിൽ നിന്നുള്ള ചില ഉന്നതന്മാരെ, വലിയവരെ, ചെറിയവരെ അവർ അയക്കുന്ന വ്യക്തികൾ നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ സഭയിലേക്ക് അതിൽ കടന്നു വരട്ടെ, അന്വേഷിച്ച് കടന്നു വരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കടന്നു വന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പത്രോസ് പോകുമോ? പോയില്ല. അതുകൊണ്ടാണ് ദൈവദൂതനെ അയച്ച് കർത്താവ് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത്, അല്ലെ, ആ ദർശനം കൊടുത്തത്. അപ്പൊ കർത്താവ് ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത് എന്ന് പറഞ്ഞ് ഇവർ വന്ന് വിളിക്കുകയും പത്രോസ് കൂടെ പോവുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ ജാതികൾ നമ്മുടെ അടുത്തേക്ക് വ്യക്തികളെ കടത്തിവിടുന്ന ദിവസങ്ങളായി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പൊ അയക്കുന്ന ലെവൽ മതിയോ? പോരാ. നമുക്ക് വേണ്ടുന്ന ദർശനങ്ങൾ, ചില ദർശനങ്ങളല്ല, വേണ്ടുന്ന ദർശനങ്ങൾ നമുക്ക് ദൈവം തന്നുകൊണ്ട് ആ ഇൻസ്ട്രക്ഷനോടെ അവനെ ബലപ്പെടുത്തുകയാണ്. നീ പോകണം, ഞാനാണ് ഇവരെ അയച്ചത്, നിന്നോട് രക്ഷയ്ക്കുള്ള വചനങ്ങൾ നീ അവിടെ ചെന്ന് സംസാരിക്കണം. സമയങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ വെളിപ്പെടുത്തേണ്ടത് മാത്രം അപ്പോൾ പറയുന്നു. ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയില്ല. ഇല്ലെങ്കിൽ യോനയെ പോലെ ചില കാര്യങ്ങൾ കുറുക്കൊഴികളൊക്കെ നോക്കിയെന്നിരിക്കും. എങ്കിലും യോനെ വീണ്ടും ദൈവം ഉപയോഗിച്ചു. പക്ഷെ അവിടെ ഒരു സംഭവമായി, നീ പോയി പ്രസംഗിക്ക്. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ മകനെ അയച്ചാൽ, എന്റെ ദാസനെ അയച്ചാൽ അവൻ വീണ്ടും വണ്ണം സംസാരിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വഴിയിലൂടെ പോയപ്പോൾ കർത്താവ് പിന്നെ അവിടെ പറയാണ്, ഞാൻ പറയുന്നത് നീ അങ്ങ് പറഞ്ഞേക്ക്. അവിടെ ലിമിറ്റ് ചെയ്തു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകൾ ലിമിറ്റഡ് ആയി പോകാതെ ഇരിക്കാൻ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ വിചാരങ്ങളിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ലിമിറ്റഡ് ആയി പോകുന്നു. നമ്മളെ ചുരുങ്ങുവാനില്ല, നമ്മുടെ ഞെരുക്കത്തെ വിശാലമാക്കുവാനാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു വിശാലത, നമ്മുടെ ഉപവാസത്തിന്റെ ഒരു വിശാലത, നമ്മുടെ വചന ധ്യാനത്തിനുള്ള ഒരു വിശാലത, നമ്മുടെ കുഞ്ഞുങ്ങൾ സമയം ചേർന്ന ഒരു വിശാലത ദൈവം ആഗ്രഹിക്കുന്ന വിശാലമാണ്. ലോകത്തിന്റെ വിശാല വഴിയിലൂടെ അല്ല. ലോകത്തിന്റെ വിശാല വഴിയിലാണെങ്കിൽ നരകത്തിൽ ചെന്ന് വീഴും. എന്നാൽ ഇടുക്കത്തിൽ നിന്ന് ഹല്ലേലൂയ വിശാലതയിലേക്ക്, ദൈവം തരുന്ന വിശാലതയിലേക്ക് കടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നമ്മൾ ഭൂമിയുടെ ഉന്നതികളിന്മേലാണ്. ഹല്ലേലൂയ, ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഭൂമിയുടെ ഉന്നതികളിന്മേൽ വാഹനമേറി ഓടുമാറാക്കുന്ന ദൈവം, അധികാരത്തിന്റെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ പലയിടങ്ങളിൽ നിന്നും ദൈവം അയക്കുന്നിടത്തുനിന്നൊക്കെ ആൾക്കാരെ നമ്മളെ വിളിക്കാൻ കടന്നു വരുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ്, ദർശനങ്ങള്, സംസാരങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച് നമ്മൾ ഒരുക്കപ്പെട്ടവരായി നമുക്ക് അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തേക്ക്, ഭവനങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെല്ലാം. അവിടെ ദൈവം അനേകരെ വിടുവിക്കും. ഹല്ലേലൂയ. ആ കൊർന്നേലിയസിന്റെ ഭവനത്തിൽ ചെന്നപ്പോ കൊർന്നേലിയസ് മാത്രമായിരുന്നോ? അല്ല, വീട്ടുകാരുണ്ടായിരുന്നു. വീട്ടുകാർ മാത്രമാണോ? അല്ല, കൂട്ടുകാരുണ്ടായിരുന്നു. കൂട്ടുകാർ മാത്രമാണോ? അല്ല, ചുറ്റുവട്ടങ്ങളിൽ നിന്നുള്ള ജനമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അത്രയും പേരെ കൂട്ടി നിർത്തിക്കൊണ്ട് അവിടെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നപ്പോൾ, ഹല്ലേലൂയ, അങ്ങനെയുള്ള ഭക്തന്മാർ ഈ ദേശത്ത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അനേകരുണ്ട്. ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്ത നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കാം. ഹൃദയങ്ങളെ കർത്താവ് പറയും, നമ്മൾ വെളിയിലുള്ള മാത്രമേ അറിയുന്നുള്ളൂ. യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളുടെ ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരട്ടെ. അങ്ങനെ കടന്നു വരുമ്പോൾ, പ്രയാണം ചെയ്ത് സമീപിക്കുമ്പോൾ നടക്കേണ്ടുന്ന പ്രവൃത്തികളൊക്കെ നമ്മളിലും അവരിലും സാഹചര്യങ്ങളിലും
പ്രവർത്തിച്ചുകൊണ്ട് ദൈവം മഹത്വം എടുക്കട്ടെ, അനേകരെ രക്ഷയ്ക്കായിട്ട് നിയോഗിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ കൊർന്നേലിയസിന്റെ ഭവനത്തിന് രക്ഷ വന്നു എന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ നമ്മുടെ ആദ്യപടിയായിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ശക്തി സമൂഹങ്ങളുടെ കാര്യമായിരുന്നു. അവിടെ ദൈവം അവൻ ശത്രുപ്രയാണം ചെയ്തു വന്നപ്പോൾ ചെയ്യേണ്ടത് ദൈവം അങ്ങോട്ട് ചെയ്തു, പിന്നെ അവനെ ദാസനുമാക്കി. അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ അങ്ങനെ ഉണ്ടാകട്ടെ. രണ്ടാമത് നമ്മൾ കണ്ടു പ്രവർത്തിക്കുന്ന രീതികളും സംസാരിക്കേണ്ടവരടുത്ത് മാത്രം സംസാരിക്കുകയും മറ്റുള്ളവർക്ക് ഭീതി ഉളവാക്കി ഓടി ഒളിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ്. അതിന്റെ ഒരു പാട്ട് അടുത്ത സെഷനിൽ നമ്മൾ കണ്ടു. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനെ എങ്ങനെ അയക്കണം, അതിനുവേണ്ടി ചിലർ ഒരുക്കപ്പെട്ട് അയക്കപ്പെട്ടപ്പോൾ ഇവിടെ ദർശനം കിട്ടി. പത്രോസിന്റെ വീടിനോട് അടുക്കുമ്പോഴാണ് അവന് ദർശനം കിട്ടിയത്. 2 ദിവസം മുന്നിൽ കൊടുത്തില്ല. റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ട് കാര്യം ചെയ്തവൻ അവൻ സകലതും നന്നായി ചെയ്തു. കൃത്യമായും വ്യക്തമായും യുക്തമായും ചെയ്യുവാൻ സാധിക്കുന്നവൻ ഒരേ ഒരാൾ മാത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി പുത്രൻ പ്രവർത്തിക്കുമ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തി കൂടെ ഇരുത്തിക്കൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ നടത്തുമ്പോൾ ആ ത്രിയേക ദൈവത്തിന്റെ ആ സ്വർഗത്തിലെ അപ്പച്ചന്റെ ബലമുള്ള കരക്കീഴിലേക്ക് നമ്മുടെ വ്യക്തികളും കുടുംബവും സഭയുമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ ഒരു മനപ്പെട്ട് ഹല്ലേലൂയ ഈ 2026 പ്രവേശിപ്പിച്ച് ജനുവരി 2-ാം തീയതി വെള്ളിയാഴ്ച രാവിലത്തെ സമയം കർത്താവെ സ്തുതിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ഒക്കെ സഹായിച്ചതിന് ശേഷം അങ്ങയുടെ തിരുവചനം ഘോഷിപ്പാൻ ഹല്ലേലൂയ അങ്ങ് ഞങ്ങളോട് ഇടപെട്ടതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അടിയനെയും കുടുംബത്തെയും ഹല്ലേലൂയ ദാസനെയും കുടുംബത്തെയും ഹല്ലേലൂയ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരെയും കുടുംബത്തെയും സഭയിലെ ഉള്ള ഓരോ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൂരത്തും ചാരത്തും ആയിരിക്കുന്നവരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഒക്കെയും അങ്ങയുടെ പ്രാർത്ഥികൾ സമർപ്പിക്കുന്നു. എന്നങ്ങ് ഏൽപ്പിച്ച വചനം പോലെ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ആത്മാവിൽ പുറപ്പെടട്ടെ, യാത്ര ചെയ്ത് സമീപിക്കട്ടെ. ഞങ്ങൾ ആത്മാവിന് ശരീരത്തിലും പുറപ്പെട്ട് ഹല്ലേലൂയ ഞങ്ങൾ യാത്ര ചെയ്ത് സമീപിക്കട്ടെ. ഹല്ലേലൂയ ഞങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഇതിന്റെ മേലെയൊക്കെയും കർത്താവ് ഉത്തരവരുന്ന ദൈവമാകുന്നുവല്ലോ. ആയതിനാൽ അങ്ങ് ഞങ്ങളുടെ നടുവിൽ മഹത്വവും ഞങ്ങളുടെ തീ മതിലുമാണ്. ഹല്ലേലൂയ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി സകലതും ചെയ്യുവാനാണ് തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സകല മഹത്വവും അർപ്പിക്കട്ടെ. ദൈവദാസനോടും എല്ലാ സഭയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുള്ളൂ. ഇനിയും ഓർക്കണമേ.